എല്ലാവർക്കും ഗ്രീൻ ആൻഡ് ഗ്രേവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പാലാണ്, അതായത് 200 ml. അതിൻ്റെ കൂടെ പഴം 1 ബദാം 5, വാൾനട്ട് 3, പിന്നെ നട്ട്സ് 10, ഈന്തപ്പഴം 2-3 എടുക്കാം. പിന്നെ ഉണക്കമുന്തിരി 1 ടേബിൾ സ്പൂണ്, 1 ഏലക്കായ ചേർത്തിരിക്കുന്നത് എന്താ വെച്ചാൽ ആ പഴത്തിൻ്റെ ആ ഒരു സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഏലക്കായ്ക്ക് പകരം നിങ്ങൾ വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാം, 1/2 ടീസ്പൂണ്. ഇവിടെ പിക്ചറിനകത്ത് ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ തേനും കൂടി വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഷേക്കിന് അതായത് വേറെ ഒരു മധുരമൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന പഴത്തിനൊക്കെ മധുരം കുറവാണെങ്കിൽ, ഇനി ഡേറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ മാത്രം നമ്മളിതിന് കുറച്ച് ഹണി ചേർത്താൽ മതി. അല്ലെങ്കിൽ പഴവും ഡേറ്റ്സും റേസിൻസും ഒക്കെ ഇടുമ്പം അതിന് ആവശ്യത്തിനുള്ള മധുരമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ മാത്രം ഹണി ചേർത്താൽ മതി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് ഇത് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഷേക്കാണ്. കുട്ടികൾക്കും ഇത് വളരെ നല്ലതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതിന് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ ഒരു 2-3 ഐസ് ക്യൂബ്സ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പാല് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് തണുപ്പിച്ചിട്ട് ഉപയോഗിച്ചാലും മതി. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അതിൻ്റെ കൂടെ പാലും കൂടി ചേർത്ത് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവിങ് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണേ. അധികം വൈകാതെ നമുക്ക് വേറൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.